ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകരമായിട്ടൊരു നിമിഷം വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ നയിച്ച അജയനായ സേനാപതി യോശുവ തൻ്റെ ജീവിതയാത്രയുടെ അവസാനത്തോട് അടുക്കുന്നു. 110 വയസ്സിൽ തൻ്റെ മരണം തൊട്ടടുത്തെന്ന് തിരിച്ചറിഞ്ഞ ആ വൃദ്ധനായ നേതാവ് ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ ശേഖേമിലേക്ക് വിളിച്ചുകൂട്ടി. എന്തുകൊണ്ടാണ് അദ്ദേഹം അവരെ ശേഖേമിലേക്ക് വിളിച്ചത്? കാരണം അബ്രഹാമിൻ്റെ ദൈവം ആദ്യമായിട്ട് വാഗ്ദത്തം നൽകിയ ഇടമാണ്. ഉൽപ്പത്തി 12:6-7 വരെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഒരു വലിയ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചിരിക്കുന്ന അധ്യായം, അത് യോശുവയുടെ 24-ാം അധ്യായം, അത് വെറും ഒരു യോശുവയുടെ ഉള്ള ഒരു യാത്രയപ്പല്ല, മറിച്ച് നമ്മുടെ തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു ആത്മീയ ഉടമ്പടിയാണ്. യോശുവ പ്രസംഗം തുടങ്ങിയത് സ്വന്തം നേട്ടങ്ങളെ ഒന്നും പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതു മുതൽ മിസ്രയീമിലെ അടിമത്തിൽ നിന്നും മോചനവും ചെങ്കടൽ മുറിച്ചു കടന്നതും കനാൽ നാട്ടിൽ വിജയങ്ങളും ഒക്കെ അദ്ദേഹം എണ്ണി അവിടെ പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു പോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വിജയങ്ങളൊക്കെയും സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് അഹങ്കരിക്കാറുള്ളവരാണ്. എന്നാൽ യോശുവ 24-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അത് മറക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. യോശുവ ഇവിടെ വിചിത്രമായിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളയുവീൻ. 23-ാം വാക്യം. പലപ്പോഴും അവർ പാലസ്തീനിൽ അവിടെ മണ്ണിൽ നിൽക്കുമ്പോഴും പലരും ഈജിപ്തിലെ വിഗ്രഹങ്ങളെ രഹസ്യമായിട്ട് കൊണ്ട് നടന്നിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇന്ന് മണ്ണും മരവും കൊണ്ടുള്ള വിഗ്രഹങ്ങളല്ല നമ്മെ ഭരിക്കുന്നത്. ദൈവത്തേക്കാൾ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ്? സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രശസ്തി, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള അമിത വേഗത, അല്ലെങ്കിൽ കുടുംബത്തേക്കാൾ പ്രാധാന്യം നൽകുന്ന സ്വാർത്ഥമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം ആധുനിക കാലത്തിലെ വിഗ്രഹങ്ങളാണ്. യോശുവ ചോദിക്കുന്നത് ഇതാണ്: പഴയ ലോകത്തെ മോഹങ്ങൾ ഇനിയും നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനായിട്ടായിരുന്നു. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമ നുകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് യോശുവ പറയുന്ന ആഹ്വാനത്തിൻ്റെ സമമായിട്ടാണ് ഗലാത്യ ലേഖനത്തിലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിനായിട്ടാകുന്നു. ആകയാൽ അതിലുറച്ചു നിൽപ്പീൻ. അടിമ നുകത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത് എന്ന്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യവും ഇപ്രകാരം പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച്. അത് യോശുവ ആവശ്യപ്പെട്ട ആ തീരുമാനം യേശു ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇബ്രായ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോശുവയുടെ പുസ്തകം അവസാനിക്കുന്നത് 3 അടക്കം ചെയ്യലോടുകൂടിയാണ്. ഒന്ന് യോശുവ, ഒന്ന് യോസഫ്,
ഒന്ന് എലയാസർ. അങ്ങനെ ഒരു യുഗം അവസാനിക്കുകയാണ്. എന്നാൽ യോശുവ ആ ജനതയുടെ ഉള്ളിൽ ഒരു കല്ല് സാക്ഷിയായിട്ട് നിർത്തി. ആ കല്ല് നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതം എന്നത് ഒരിക്കലൊടുക്കുന്ന ഒരു തീരുമാനമല്ല പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും എടുക്കേണ്ട തീരുമാനമാണ്. ലോകം നമ്മളെ പല വഴിയിലേക്ക് വലിച്ചേക്കാം. നമുക്ക് ചുറ്റുമുള്ള സംസ്കാരങ്ങളും സോഷ്യൽ മീഡിയകളും നമ്മോട് പറയും എല്ലാവരും ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ. എന്നാൽ ആൾക്കൂട്ടത്തിന് പിന്നെ പോകാതെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മൾക്ക് ധൈര്യമുണ്ടാവണം. യോശുവ 24 അധ്യായം 15 പറയുന്ന ആ വിശ്വസ്തത ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ മക്കൾ നമ്മൾ ഒരു ദൈവഭക്തരെ കാണുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക. കപടഭക്തിയുടെ മുഖംമൂടികളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പാതി വഴിയിലെ ഭക്തിയും നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്കിന്നിവിടെ പ്രഖ്യാപിക്കാം, ലോകം എങ്ങോട്ട് പോയാലും എൻ്റെ ചുറ്റുമുള്ളവർ ആരെ സേവിച്ചാലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് നമ്മുടെ ഒരു അവസാനമല്ല, ദൈവത്തോടുള്ള ഒരു പുതിയ ഒരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ യോശുവയുടെ പുസ്തകം 24 അധ്യായത്തോടുകൂടി യോശുവയുടെ പുസ്തകം പൂർത്തിയാക്കുകയാണ്. മിസ്രയീമിലെ അടിയത്തത്തിൽ നിന്നൊക്കെയും പുറപ്പെട്ട് മരുഭൂമിയിലെ പ്രതിസന്ധികളൊക്കെയും കടന്ന് യോർദാൻ നദി മുറിച്ച് കടന്ന് വാഗ്ദത്ത വിജയങ്ങൾ വരെ നമ്മൾ കണ്ടു. യോശുവയുടെ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: ദൈവം വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുക തന്നെ ചെയ്യും. എന്നാൽ ആ അനുഗ്രഹങ്ങൾ ഒക്കെയും നിലനിൽക്കണമെങ്കിൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ഒരു നേതാവ് എന്ന നിലയിൽ യോശുവ തൻ്റെ ഓട്ടം തികച്ചു. തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തിയവൻ. ഈ പുസ്തകം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ അധ്യായം തുടങ്ങണം. ദൈവത്തോടുള്ള ഉറച്ച സമർപ്പണത്തിൻ്റെ ഒരു അധ്യായം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യോശുവയുടെ പുസ്തകത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച എല്ലാ വചനങ്ങൾക്കുമായി നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക എന്ന ആ വലിയ ആഹ്വാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നൊരു തീയായിട്ട് ജ്വലിക്കട്ടെ. കർത്താവെ, ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് ഞങ്ങൾ കൊണ്ട് നടക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും അന്യദൈവങ്ങളെയും ഇന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പാപത്തിൻ്റെ ആകർഷണങ്ങളിലും വീണുപോകാതെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഉറപ്പിച്ച് പറയുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ പതറാതെ വാഗ്ദത്തം ചെയ്ത നന്മകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യോശുവയെപ്പോലെ വിശ്വസ്തയോടെ ഓട്ടം തികയ്ക്കുവാനും വരും തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം കൈമാറുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, യോശുവയുടെ പുസ്തകത്തിലൂടെ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. വരും ദിവസങ്ങളിൽ ബൈബിളിലെ മറ്റു പുസ്തകങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാവുന്നതാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.